ചടമിളി അതാണ് ചാടും നമുക്ക്. രക്ഷാബന്ധൻ സെലിബ്രേഷൻ ഇൻ തായ്ലൻഡ്. ഇവിടെ മൊത്തം ആൾക്കാരിങ്ങനെ ഇടിച്ചുകൂടി നിൽക്കുക. അടിപൊളി ഫിഷ്, കുറെ ഫിഷ് ഉണ്ട് ഇവിടെ. ഫോട്ടോ കിട്ടിയോ? അയ്യോ വീഡിയോ ആയിരുന്നു, ഫോട്ടോ അല്ല. രാവിലെ ഈ കാണുന്ന വണ്ടി കണ്ടോ? ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ബീച്ചിലേക്ക് പോകാൻ പോകുന്നത്, നമ്മുടെ ഐലൻഡ് ഹോപ്പിംഗ് ടൂറിന് വേണ്ടി. നമ്മൾ ഇന്നലെ ഇവിടെ നമ്മുടെ ഹോട്ടലിന് മുമ്പിൽ തന്നെ ഉള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഫിഫി ഐലൻഡ് പോകാനുള്ള ടൂർ ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ നമ്മളെപ്പോലെ ബുക്ക് ചെയ്ത ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല ഹോട്ടലുകളിൽ നിന്നും ഇവരെ എല്ലാം കൂടെ പിക്ക് ചെയ്ത് ഈ കാണുന്ന വണ്ടിയിൽ കയറ്റി സ്പീഡ് ബോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഐലൻഡ് ടൂർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബീച്ചിലിടുന്ന കോസ്റ്റ്യൂം, ഡ്രസ്സ്, പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞാൽ കൊളവേറെ കാണിക്കണ്ടല്ലോ തോർത്തോടി ഇതെടുത്തിട്ടോ, ഇല്ലെങ്കിൽ ഇതൊന്നും ഇടുന്ന ആവശ്യമില്ല. സാധാരണ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എല്ലാം ബിക്കിനിയിലായിരിക്കും. പിന്നെ ഒരു ടവൽ നമുക്ക് ഇവിടെ നിന്ന് തന്നാണ്. പിന്നെ ടോണിച്ചായൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്, ഇന്ത്യ ബാഗ്. മറ്റേ ആ ബാഗിനകത്ത് ക്യാമറ അല്ല ബാറ്ററി, ഫോണ്, പിന്നെ പൈസ, അത്യാവശ്യം ചില്ലറ വേണ്ടത്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിൽ മുക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ സൺസ്ക്രീൻ എടുക്കുക, കാരണം കുറച്ച് കഴിയുമ്പോൾ വെയിലായിരിക്കും തോന്നുന്നു. മഴ പെയ്ത് കുളമാവാതിരുന്നാൽ വെയിലായില്ലല്ലോ, കുഴപ്പമില്ല, വെയിലാവും വിടാം. രാവിലെ ഒരു കാലിച്ചായൊക്കെ കുടിച്ചോണ്ട്, കാലിച്ചായല്ലേ അങ്ങനെയല്ലേ പറയുന്നത്, കാലിക്കാപ്പിയൊക്കെ കുടിച്ചോണ്ട് നമ്മൾ ലാറ്റയും കുടിച്ചോണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഫുൾ ബീച്ച് ഡേ, ഐലൻഡ് ഹോപ്പിംഗ്. അങ്ങനെ ഓരോ റിസോർട്ടുകൾ മൊത്തം കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ വണ്ടി പല സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ പാട്ടൊക്കെ ഇട്ട് വൈബാക്കി സെറ്റാക്കി ബീച്ചിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഈ കാണുന്ന ഏതോ ഒരു ടൈപ്പ് വണ്ടിയിൽ നമ്മളെല്ലാവരും കൂടെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി. അപ്പോൾ ഇവിടെ ഇനി ബ്രീഫിങ് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെപ്പോലെ പല സ്ഥലങ്ങളിൽ പല വണ്ടികളിൽ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു കൗണ്ടറിൽ നമ്മുടെ പേരും നമ്പരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുക്കണം. ഇൻഷുറൻസിന് വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? ഇതിലും പറ്റുമോ? ഓക്കെ. Tie on your hand for remember our team. Really? When you are ready, I will call you. Pink team. Pink team. Okay. Okay. Nice. Happy Rakshabandhan, guys. രക്ഷാബന്ധൻ സെലിബ്രേഷൻ ഇൻ തായ്ലൻഡ്. നമ്മൾ പോകുന്നതിന് മുമ്പ് ബ്രീഫിംഗ് ആണ് ഗൈസ്. ഇത്രയും പേരാണ് പോകുന്നത്, കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കി ഉള്ള അവിടെ ക്രാബി ഇങ്ങോട്ടുള്ള സൈൻ ബോർഡ്, ഫിഫി ഐലൻഡിനെ ലക്ഷ്യമാക്കിയുള്ള ബോട്ടിലേക്ക് യാത്ര പോവുകയാണ്. നമ്മുടെ ഒരു ഗൈഡ് എന്ന് പറഞ്ഞ ഗൈഡല്ല, ബോട്ടിൻ്റെ ഡ്രൈവറാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ പേര് സപ്പ് എന്നാണ്. സപ്പ് പുള്ളി നല്ല അടിപൊളി കഥകളൊക്കെ പറഞ്ഞ്, സൂപ്പല്ല പറഞ്ഞു അങ്ങനെ പറയല്ലെന്ന്. അപ്പോൾ പുള്ളി നല്ല അടിപൊളി കഥകളൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഒരു ബ്രീഫിംഗ് ഒക്കെ തന്ന് നമ്മളിപ്പോൾ പോവാണ്. മായാബേ എന്ന് പറഞ്ഞൊരു കിടില സ്ഥലം ഉണ്ടായിരുന്നു. ഓവർ ടൂറിസം കാരണം അത് ആക്ച്വലി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അവിടെ ടൂറിസ്റ്റുകളെ വിടുന്നില്ല, കാരണം അത്രയ്ക്ക് അവിടുത്തെ കോറൽസ് ഒക്കെ നശിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. സോ അതുകൊണ്ട് മായാബേ നമുക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഫിഫി ഐലൻഡ് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഏതോ ഒരു അടിപൊളി ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ ബീച്ച് പോലെയുണ്ട്. ആലപ്പുഴ ബീച്ച് ഇങ്ങനെയല്ലേ, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയുള്ള ബീച്ച്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്ഥലം. നമ്മൾ സ്പീഡ് ബോട്ടിലാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് 50 മിനിറ്റ് ഉണ്ട് നമ്മുടെ ഫിഫി ഐലൻഡിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. ഇവിടെ എന്തോരം ബോട്ടുകളാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ബോട്ടുകൾ, ലോങ് ടെയിൽ ബോട്ടും സ്പീഡ് ബോട്ടും എല്ലാം ഉണ്ട്. ഇവരുടെ ഈ ലോങ് ടെയിൽ ബോട്ടുകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാട്ടോ, ഭയങ്കര രസമല്ലേ. നല്ല എന്തൊരു ഭംഗിയുള്ള ബോട്ടാണെന്നറിയോ. പക്ഷെ അതിൽ യാത്ര അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല, പക്ഷേ അതൊരു പ്രത്യേക വൈബാണ്, വേറൊരു ടൈപ്പ് വൈബാണ് അത്. Thank you. Put in the basket and check your sitting area on the boat. ശരി, ഷൂ ഒക്കെ ഊരി അതിനകത്ത് പോകല്ലേ. Maximum outside, only 4 or 5 people free. ഓക്കെ, താങ്ക് യു. ചെരുപ്പൊക്കെ അതിനകത്ത് എടുത്തിട്ട്, ഇതാണ് നമ്മുടെ ബോട്ട്. എൻ്റെ അമ്മ 3 എഞ്ചിനുള്ള ബോട്ട്. പക്ഷെ എൻ്റെ അമ്മ ഇത് പറക്കും ഈ സാധനം. ഒടുക്കത്തെ പോക്കായിരിക്കും എനിക്കറിയാം. ഹായ് ബ്രദർ, ഹൗ ആർ യു? അമ്മേ അടിപൊളി മോനെ, ഇത് സെറ്റാട്ടോ. നൈസ്. ഇവിടെ പുറത്ത് മുമ്പിൽ പോയി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കണം, ഇതാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. നമുക്കിപ്പോൾ ആ സീറ്റ് കിട്ടിയില്ല. ശരിക്കും നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇരിക്കാം. ശരിക്കും ഇവിടെ ഇരിക്കണം, ഇവിടെ ആണെങ്കിൽ കംഫർട്ടബിൾ. അതായത് മുന്നോട്ട് പോകുന്ന സാധനമല്ലേ ഇത്. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഭയങ്കര പാടാ. അപ്പോൾ ചെരുപ്പ് ഊരി കൊടുത്തു, ഇനി ചെരുപ്പൊക്കെ പിന്നെ കിട്ടുള്ളൂ. ഇതാണ് ഫ്രണ്ട് ഏരിയ. ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അവിടെ മാറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് 4 പേര് ഇരിപ്പുണ്ട് അവിടെ. Everyone, welcome to our boat. Please remember
Yes. Pink color board and white color board. And first of all, may introduce myself. My name is Amy. Amy. Please remember my name and remember my face. Yeah, sure. If you forget me, see you. Bye bye. അമ്മാതിരി പോക്കാണല്ലോ. എന്ത് പോക്കത്? ഇത് ഭയങ്കര സ്പീഡാണ് കഴിച്ച് ഈ ബോട്ട്. രക്ഷയില്ല. ഇതിലിനി നമ്മൾ 50 മിനിറ്റ് ഇരിക്കണം. 50 മിനിറ്റ്സ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഒരു ചേട്ടൻ കയറിയപ്പോൾ തന്നെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. കൊതിയാവുന്ന ഉറങ്ങുന്ന കണ്ടിട്ട്. ഇങ്ങനെ ഫിഫി ഐലൻഡിൻ്റെ അടുത്തെത്തുകയാണ്. ഇവിടെ എത്താറായപ്പോഴത്തേക്കിന് ചാട്ടാൻ തുടങ്ങി. ഇത്ര നേരം നല്ല സ്മൂത്ത് റൈഡായിരുന്നു. പക്ഷേ ഇവിടെ എത്താറായപ്പോഴത്തേക്കിനും ഭയങ്കര ചാടിയാണ് പോകുന്നത്. സീ സിക്നസ് ഒക്കെ ഉള്ള ആൾക്കാർ ഇതുപോലുള്ള ട്രിപ്പ് വന്നാൽ പണി കിട്ടും. നമ്മൾ പുറത്തിറങ്ങാനായിട്ട് സൺസ്ക്രീനൊക്കെ തേച്ച് മുഖമൊക്കെ മിനുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ടിലെ ലഗൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ഈ സ്ഥലം. ഇത് അടിപൊളിയാണല്ലോ. അടിപൊളി. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ. ഇവിടെ സ്നോർക്കിൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇവിടെ സ്വിം ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാമെന്നും. ഇത് സെറ്റപ്പ് സ്ഥലം. പക്ഷേ എൻ്റെ പൊന്നോ അടിപൊളി. എന്ത് വെള്ളത്തിൻ്റെ കളർ നോക്ക്. ഇവിടെ സ്നോർക്കിൾ ചെയ്യാനായിട്ടൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ സ്വിം ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കിപ്പം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് കടലിലേക്ക് എടുത്ത് ചാടാം. അത് പൊളിച്ചല്ലേ. അടിപൊളി. പക്ഷേ എൻ്റെ പൊന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വെള്ളത്തിൻ്റെ കളറ്. ഇവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് അവർ പറഞ്ഞല്ലേ. ഈ ബോട്ട് ഇത്രയും വലിയ ബോട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകത്തില്ലല്ലോ. ഇതൊരു ഇടിലാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഇത് നോക്കുക, അത് ലഗൂണാണ്. അടിപൊളി. ഈ ഐലൻഡ് എന്ന് പറയുന്നത് പിലെ ഐലൻഡ് എന്ന് പറയുന്നത് ഫിഫി ഐലൻഡിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ഫിഫി ഐലൻഡ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഐലൻഡുകളിൽ ഹോട്ടലുകളോ റിസോർട്ടുകളോ ആൾ താമസമോ ഒന്നും ഇല്ലാത്ത ഒരു ഐലൻഡാണിത്. കാരണം അത് മൊത്തം മലയും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഐലൻഡിനെ ചുറ്റിപ്പറ്റുമായിട്ട് ഇതുപോലെയുള്ള കുറച്ച് ലഗൂൺ ഏരിയാസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ബോട്ടുകൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരും. നമുക്കിവിടെ സ്വിം ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഈ പിലെ ഐലൻഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്വിം ചെയ്യുന്നതിന് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ സെറ്റാക്കി എല്ലാവരെയും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ചാടിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഓരോ ബോട്ടിനും ആ ബോട്ടിൻ്റെ ഇൻ ആൻഡ് റൗണ്ട് സ്ഥലങ്ങളിൽ കിടന്ന് നമുക്ക് നീന്തി മറിയാം. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനകത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ജാക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർ ഇറക്കുള്ളൂ നമ്മളെ. ആ കാര്യം എന്തെങ്കിലും വിളിക്കുന്നത്. ഇത്രയും ബോട്ടുകൾ ഇവിടെ എല്ലാവരും കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടില്ല. എനിക്ക് ഇറങ്ങി മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അധികം ഈ ഭാഗത്ത് ഇറങ്ങരുത്, ബോട്ടൊക്കെ ഇഷ്ടംപോലെ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭയങ്കര രസം കേട്ടോ. ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വേണേൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ചാടുകയൊക്കെ ചെയ്യാം. ചാടിക്കോ എന്തോ ആഴമുണ്ടോ? പിന്നെ ചാടുന്നുണ്ടോ? ആണല്ലേ. അയ്യോ പക്ഷെ കുഴപ്പമില്ല. ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പൊങ്ങി കിടന്നുള്ളതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമില്ല. ജാക്കറ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം ഫ്ലോട്ട് ചെയ്യാനൊക്കെ ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒഴുക്കില്ലല്ലോ, ലഗൂണല്ലേ അല്ലേ. സെറ്റാ. എല്ലാവരും ബിക്കിനിയാ, നമ്മൾ മാത്രമേ ഉള്ളൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നു. ഡ്രസ്സ് നമ്മളും വേണമെങ്കിൽ ഇറങ്ങും, പക്ഷെ അങ്ങനല്ലല്ലോ. അവർ പറഞ്ഞു അപ്പുറത്ത് ഇറങ്ങണമെന്നല്ല. അപ്പുറത്ത് പോവാം. അപ്പോൾ അത് മുമ്പിൽ പോയി അവിടെ ചാടുന്നുണ്ട് ആൾക്കാർ. നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് ഈ സാധനം പിടിച്ച് നീന്താൻ പറ്റില്ലല്ലോ. ഇതും പിടിച്ചോണ്ട് നീന്താൻ പറ്റില്ലല്ലോ, നീങ്ങുന്നില്ല. ചെറുക്കത്തുള്ള കയറി. അയ്യോ, ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് നീന്തുമ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് നീന്താൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അടിപൊളിയാണേ. ലൈം സ്റ്റോൺ ആണ് കേസ്. ഇവിടെ ആൾക്കാരൊക്കെ ചാടുന്നുണ്ട് അവിടെ നിന്നുള്ളത്. ടോണിച്ചാൻ സിംഗപ്പൂർ, വേറെ അറിയൂ കം പെണ്ണുങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ മേളിൽ ചാടാൻ വേണ്ടി അതാണ് ചാടും. നമുക്ക് മേളിൽ ചാണ്ട ഒരുത്തനാണ് ചേർത്തി വലിക്കുന്നത്. പക്ഷേ ഇത് സെറ്റപ്പാണോ, ഇത് കിടിലാണ്. എന്തോരം ബോട്ടുകളാണ് നോക്കി അല്ലേ. തിരിച്ചു പോകണ്ട, ചുമ്മാ നടന്നാൽ അത് പൊക്കോളൂ. ചക്കന്മാരൊക്കെ ജാക്കറ്റ് പോലും ഇല്ലാണ്ട ചാടുന്നുണ്ട്. അത്രയും എക്സ്പേർട്സ് അല്ലേ അവർ. പറഞ്ഞ പോലെ വെള്ളത്തിൽ കിടന്ന് മാറും. ഇവിടെ 8 മീറ്റർ ആഴമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 മീറ്റർ. ഇത് കണ്ടോ, ഇതാണ് ലൈം സ്റ്റോൺസ്. ഇത്തരത്തിലുള്ള ലൈം സ്റ്റോൺ മലകളാണ് ഇവിടെ മൊത്തം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ സുഷിരങ്ങൾ പോലെ കണ്ടില്ലേ, ഫോഴ്സൊക്കെ കണ്ടോ, അത്തരത്തിലുള്ള സംഭവമാണ് ഇത്. കണ്ടില്ലേ, കണ്ടോ, ഇത് ഭയങ്കര മൂർച്ചയേറിയ സാധനമാണ്. ഇതിങ്ങനെയാണ്. ഇതിൻ്റെ മേളിലോട്ട് പോകുമ്പോഴത്തേക്കിനും മരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പ്.
അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ജാക്കറ്റ് ഇട്ടിട്ടേ നമ്മളിങ്ങനെ കാലിങ്ങനെ താഴെ നടക്കുന്ന പോലെ അങ്ങ് നടന്നാൽ മതി, തന്നെ ഇങ്ങനെ പൊക്കോളൂ. ഇവിടെ പിന്നെ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് കിടില സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്ത് ഭംഗിയാണെന്നറിയോ. പിടിക്കാച്ചി ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല. എങ്ങനെ കാല് വെക്കാൻ എവിടെ കാലെങ്ങനെ പൊങ്ങും? കാല് ചുമ്മാ പൊങ്ങിയത്. ആ പൊങ്ങി ഗൈസ്. കൈ നീട്ടുമ്പോഴത്തേക്ക് താഴെ പോന്നു. ഫോട്ടോ കിട്ടിയോ? വീഡിയോ? അയ്യോ വീഡിയോ ആയിരുന്നു, ഫോട്ടോ അല്ല. ഞാനിങ്ങോട്ട് വരട്ടെ. നിങ്ങളത് എന്നെ പിടിച്ച് പൊക്കുന്നേ. കാല് വാരാല്ലോ. അതെനിക്ക് പൊങ്ങട്ടെ. ഇത് ചുമ്മാ അങ്ങ് പൊങ്ങും ഇല്ലല്ലോ. വെള്ളത്തിൽ കിടക്കുക, വെറുതെ പൊങ്ങാൻ പറ്റത്തില്ല. ജാക്കറ്റ് പിടിച്ചാവുന്നില്ലേ ജാക്കറ്റ് അങ്ങനെയല്ലേ, കൈ ഇങ്ങനെ മലത്തി വെക്കുക. മലത്തി വെക്കുക. ഒരു കൈ ഇതല്ലേ, ക്യാമറ അല്ലേ, പിന്നെ മലർന്നു. യെസ് യെസ് യെസ്, സെറ്റ് 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 സെറ്റ്. അപ്പൊ ഞാൻ മുങ്ങിക്കോ. സ്ക്രീൻഷോട്ട്. നിങ്ങളുടെ ലെഫ്റ്റ് കൈ മാത്രം പിടിക്കുക അങ്ങോട്ട്, അപ്പൊ സെറ്റ് ആവും. വല്ലം കിട്ടിയോ അറിയത്തില്ല. പക്ഷെ ഇത് വൈബാട്ടോ അല്ലേ? ഇത് അടിപൊളിയാ. നമ്മുടെ ബോട്ട് ഇത് തന്നെയല്ലേ? എനിക്കൊരു സംശയം മൊത്തത്തില്. കയ്യിൽ ഈ സാധനം പിങ്കിന്റെ സാധനം തന്നിട്ടുണ്ട്, അപ്പൊ അത് നോക്കി അങ്ങ് കയറിയാൽ മതി. ഓ, ഒരു കിഡിലും ബോട്ട് വന്നു, റെഡ് കളർ. അതാണ് ശരിക്കും മാച്ച് ആവുന്ന കളർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു വെള്ളത്തിനും ഈ മലയ്ക്കും എല്ലാത്തിനും മാച്ച് ആവുന്ന ഒരു റെഡ് കളറിലെ ബോട്ട്. ഇനി നമ്മൾ സ്നോർക്കിൾ ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തന്നിരിക്കുക പുള്ളിക്കാരി. ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഭംഗിയെന്നറിയോ? ഒന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ വെള്ളത്തിൽ നിന്ന് തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിനൊരു പ്രത്യേക ഭംഗിയായി. ഓ രക്ഷയില്ല കേട്ടോ. ഇത് പൊളിച്ച്, ഇത് കിടില സ്ഥലമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിക്കും ഡ്രോണൊക്കെ കൊണ്ടുവന്ന് പറത്താൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഡ്രോണൊന്നും കൊണ്ടുവന്ന് പറത്താൻ പറ്റില്ലല്ലോ. ആ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു വ്യൂ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനൊരു പ്രൈവറ്റ് ബോട്ടൊക്കെ പിടിച്ച് ചാർട്ട് ചെയ്ത് പറഞ്ഞു. ഓ എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ മലയൊക്കെ കാണാൻ. ആ വെള്ളത്തിൻ്റെ കളറും അത് അതിലും വലിയ പൊളി. ഈ ഇതിനിടയ്ക്ക് ഇവിടെ ഈ ലോങ് ടൈൽ ബോട്ട് വരുമ്പോൾ അതും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ 3 ഘടോത്കചന്മാരായിട്ടുള്ള എൻജിനുകളാണ് നമ്മുടെ ബോട്ടിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോരം ബോട്ടുകളാണ് വരുന്നതെന്ന് നോക്കിയേ. ഇതല്ലേ, എത്ര ടൂറിസ്റ്റുകളാണ്, എന്തോരം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്നോർക്കിൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ചാടേണ്ടവർക്ക് ഇതിൻ്റെ മേളിൽ കയറി ചാടാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ചാടുന്നുണ്ടോ എല്ലാവരും കൊണ്ട്. ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ താഴെ എന്തോ കോറൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ബോട്ടുകൾ ഇങ്ങനെ കൊണ്ട് അടുക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഇറങ്ങി സ്നോർക്കിൾ ചെയ്യാം. സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മൂക്കിലും വയലല്ല വെള്ളം കയറി ചാടിയതാണ്. ഇവിടെ മറ്റേ ഈ ബോട്ടെല്ലാം കൂടെ പോയിട്ടേ ഭയങ്കര ഓളം, ഇങ്ങനെ ഓളത്തിനടക്കി ഇവിടെ ഇങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ ഞാൻ കുറച്ച് സ്നോർക്കിൾ ചെയ്തിട്ട് എനിക്ക് കാണുന്ന കാഴ്ച ക്യാമറ ഇട്ടിട്ട് ക്യാമറയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ കഴിയും. എന്നാ ലുക്കാന്നറിയ സ്ഥലമൊക്കെ. ഇതൊക്കെ വന്ന് എന്ത് വേണം, പ്രത്യേകിച്ച് നീന്തൽ അറിയേണ്ട ആവശ്യമൊന്നുമില്ല കൈസ് ഇങ്ങനെ ചാടാനായിട്ട്. മനസ്സിലായില്ലേ? ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, സോ ആക്ച്വലി സേഫ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാർ പൊക്കി എടുത്തോളൂ. അവരിങ്ങനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുക. മീനൊക്കെ ഉണ്ടോ? സെറ്റല്ലേ? അടിപൊളി ഫിഷ്, കുറേ ഫിഷ് ഉണ്ട് ഇവിടെ. ഇവര് ഈ ബോട്ടിൽ വരുന്ന ആൾക്കാർ ഇവിടെ ഈ സീഡൊക്കെ ഇടും. അതാണ് ഈ ഫിഷ് കൂടുതൽ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര രസമാണ്, അടിപൊളിയല്ലേ? ഫിഷൊക്കെ എൻ്റെ അടുത്ത് വരുന്നു. ഇവിടെ മേളിൽ നോക്കിയാ, ഇവിടെ ഫിഷ്
ഇതിൻ്റെ അടുത്ത് ഇവിടെ മേളിൽ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ നോക്ക് അടുത്ത് വരുന്നുണ്ടോ. ഓ ഇതിനൊന്നും ഫിഷ് കൊത്തുന്നു കൈസ്, മീൻ വന്ന് കൊത്തുന്നത്. ഇതുവരെ അടിപൊളി സ്ഥലം കേട്ടോ ഇത്. ഇവിടെ നമുക്ക് 3/4 മണിക്കൂർ വെള്ളത്തിൽ കിടക്കാനുള്ള ഇതുണ്ട്, സമയമുണ്ട്. ഇവിടെ ഈ സണ്ണും കൂടെ കറക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയാണ്. ആ ടോണിച്ചാൻ സിംഗപ്പൂർ മടി പിടിച്ച് അവിടെ ഇരിക്കുക, ഇറങ്ങിയിട്ട് ചാടി പുള്ളിക്ക് നീന്തി വരാൻ വയ്യാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചോണ്ട് ഇവിടെ വരെ വന്നു. എന്നിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് പോകാൻ വെച്ചാൽ എല്ലാവരും കൂടെ മുങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ പരിപാടി ഇത് ഫണ്ണാണോ, ഭയങ്കര ഫണ്ണായി പരിപാടി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്ത്, അതായത് ഫുക്കറ്റ്, ക്രാബി, പിന്നെ നമ്മൾ അന്ന് തായ്ലൻഡിൽ വന്നപ്പോഴത്തേക്കിനും നമ്മൾ പോയില്ലേ, ഏതാ പങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐലൻഡുകളൊക്കെ പോയില്ല, അതൊക്കെ ഈ ഒരു ഭാഗത്തുള്ള ഐലൻഡ്സാണ്. ഇതൊക്കെ ബേസിക്കലി ആൻഡമാൻസിയാണ്, ആൻഡമാൻസിയുടെ ഭാഗമാണ്. നമ്മുടെ ആൻഡമാനുണ്ട് എന്ത് ഇവിടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താ, അവിടെ ഇത്രയും സംഭവങ്ങളൊന്നുമില്ല. എത്ര ഫോറിനേഴ്സ് വരുന്നു ആൻഡമാനിൽ? ഇവിടെയാണ് മൊത്തം ഫോറിനേഴ്സാണ്. അതായത് ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്താലല്ലേ നമ്മുടെ രാജ്യത്തെ ടൂറിസം ബൂം ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താ ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഗൈസ്, ആ ഒരു കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അത്രയും ടൂറിസം സാധ്യതകളുള്ള സ്ഥലമാണ് നമ്മുടെ ആൻഡമാൻ, ലക്ഷദ്വീപും ഒക്കെ. എത്ര ഫോറിനേഴ്സ് ലക്ഷദ്വീപ് വരുന്നു. ഇവിടെ നമുക്ക് ഇന്ത്യക്കാർക്ക് ലക്ഷദ്വീപ് പോകണമെങ്കിൽ തന്നെ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. പോലീസ് ക്ലിയറൻസ് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. ആൻഡമാൻ, ലക്ഷദ്വീപ് നമുക്ക് ആയുള്ള കൊള്ളാവുന്ന 2 ഐലൻഡ് അതേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ ആൻഡമാനൊക്കെ പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ തവണ പോയല്ലേ, കഷ്ടം തോന്നും. ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കോലാലംപൂരിലേക്ക് എയറേഷ്യ തുടങ്ങിയായിരുന്നു. അതിപ്പം നഷ്ടം കാരണം നിർത്താൻ പോകാമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കാണുന്നില്ല. അപ്പോൾ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്താലേ ആൾക്കാർ വരുള്ളൂ. കുറേ വെള്ളം കുടിച്ചു. ഇപ്പോൾ ഈ വേവ്സേ ഭയങ്കരമായിട്ട് കൂടി. ഒന്നാമത് ഈ ബോട്ടുകാർ സ്പീഡിലൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടേ എല്ലാം കൂടെ വേവ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാടും. പിന്നെ കാറ്റ് വരുമ്പോഴത്തേക്കിനും വേവ്സ് കൂടുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയും കാലും ഇട്ട് അടിച്ച് അങ്ങോട്ടും കൂടെ. പക്ഷേ ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് എനിക്കിങ്ങനെ സ്വിം ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിനൊക്കെ നോക്കിയാൽ ഇതുണ്ടോ, 3 സാധനങ്ങൾ. എൻ്റെ അമ്മ സംഭവം എന്നാലും പൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ്, നല്ല രീതിയിൽ നൈസായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം. എൻ്റെ അമ്മ ഈ ബോട്ട് കിടന്ന് ആടുവാണ്. ഇത് കാണുമ്പോഴേ നമ്മുടെ ആലപ്പുഴയിൽ പണ്ട് ഈ ചകിരി ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ തൊണ്ടൊക്കെ വെള്ളത്തിൽ മുക്കിയിടത്തില്ലേ, അതേപോലെ ആൾക്കാർ ഇങ്ങനെയായിരുന്നു നമ്മളും കിടന്നത്. ജാക്കറ്റ് ഇടാതെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല തിരയാ കേസ്. ഇതിങ്ങനെ ബോട്ട് തന്നെ ഇവിടെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിന്റെ മേളിൽ കയറി നിൽക്കുകയാണ് കേസ്. ബോട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ സ്നോർക്കലിംഗ് കഴിഞ്ഞു ഗൈസ്. ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഫുഡ് അടിക്കാൻ പോകണോ? ലഞ്ചാണോ അറിയില്ല. ചിലപ്പോൾ ലഞ്ചോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കും. വരുന്ന വഴിക്ക് ഒരു വൈക്കിംഗ് കേവ് കൊണ്ട് കാണിച്ചു. ഇപ്പോൾ നമ്മളെ ഒരു മങ്കി ബീച്ചോ മങ്കി ബേരിയോ അങ്ങനെ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇവിടെ കുറേ മങ്കീസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ മങ്കീസിനൊന്നും കാണുന്നില്ല ഇപ്പം. ഇവിടെ എന്നാ പരിപാടി ടോണിച്ചായോ? എന്നാ പരിപാടി ഇവിടെ? ഇത് മങ്കി ബേ ആണ്. മങ്കി ബേ ആണോ ഇത്? ഓക്കെ. അതെങ്ങനെയാ മങ്കീസ് ഇവിടെ വന്നത്? എനിക്കറിയത്തില്ല. ഐലൻഡ് അല്ലേ? ഐലൻഡിൽ എങ്ങനെയും തുഴഞ്ഞു നീന്തി വന്നായിരിക്കുമോ മങ്കീസ് ഈ ഐലൻഡിൽ? ബോട്ടിൽ കയറി വന്നായിരിക്കും, ഇല്ല ആരെങ്കിലും കൊണ്ട് വിട്ടായിരിക്കും. ഇതെന്താ സംഭവം അറിയോ? മങ്കി ഐലൻഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് മങ്കീനെ എവിടെ നിന്ന് കൊണ്ടിട്ടായിരിക്കും. അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യത, അറിയില്ല. എന്തായാലും കടലിന് നടുവിലുള്ള ഏതോ ഒരു ചെറിയൊരു ഐലൻഡിൽ എന്തോരം മങ്കീസാ.
എവിടെ മങ്കി ഞാൻ കണ്ടില്ലല്ലോ. ആ ബോട്ട് അടിപൊളിയാണ്, ആ ബോട്ടിലുള്ള ആൾക്കാരും അടിപൊളിയാണ്, കൊള്ളാം. നല്ല പ്രൈവറ്റ് ടൂറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ടാണത്. അതായത് നല്ല കിടക്കാച്ചി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം, അതിന് വേണ്ടിയുള്ള ബോട്ടത്. മങ്കി വേ അവിടെയാ, ഇവിടെ അല്ല, ബോട്ടിലല്ല. മങ്കീസിനെ കാണുന്നു. ഇങ്ങനെ മങ്കി വേ എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിലെ നിങ്ങളെ വായി നോക്കിയിരിക്കുക. ഞാനും മങ്കിയെ നോക്കുമായിരുന്നു. മങ്കി എവിടെ നീ? അതെ, ഇവിടെ മങ്കി ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇതേ 3-4 മങ്കിയെ കണ്ടു. ഇതേ ഒരെണ്ണത്തിനെ കണ്ടിയാൽ ഒന്നല്ല 2 ഉണ്ട്, 2 മങ്കിയുണ്ട്, 2 മങ്കി. കഴിഞ്ഞില്ലേ? ആരും മങ്കിയെ കണ്ട് മതിയായില്ല തോന്നുന്നു എല്ലാവർക്കും. ഇവിടെ ഇറങ്ങുന്നുണ്ട് കുറച്ച് പേരൊക്കെ, പക്ഷെ നമ്മളെ ഇറക്കുന്നില്ല. പ്രൈവറ്റ് ബോട്ടിലൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇത് മങ്കി എന്ന് പറഞ്ഞ് പോയിട്ട് എനിക്കിവിടെ വിക്രിയുടെ പെമ്പിള്ളാർ കാണുന്നുള്ളല്ലോ, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ സ്ഥലമില്ല ഗൈസ്, ഇവിടെ മൊത്തം ആൾക്കാരിങ്ങനെ ഇടിച്ചുകൂടി നിൽക്കുക. മങ്കി കാണാൻ പറ്റുന്നില്ല, ഇവരുടെ പൊന്നമ്പറം മാത്രമേ കാണുന്നുള്ളൂ. വീഡിയോ എടുക്കുമ്പോഴൊക്കെ മൊത്തം ഇതല്ല, എന്തോ ചെയ്യാനാ തോന്നിക്കേ. Phi Island not go to toilet for me, but Phi is mean cheek. Why they call Phi is mean cheek? If you stay overnight here, you can walking up to the viewpoint. നമ്മളങ്ങനെ ഫിഫി ഐലൻഡിൽ വന്നിരിക്കുകയാണ്. ഫിഫി ഐലൻഡിൽ നിന്നും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ലഞ്ച് ഇൻക്ലൂഡഡ് ആണ്. സോ അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഏതൊരു സ്ഥലത്തുനിന്ന് നമുക്ക് കഴിക്കണം. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഇറങ്ങി പോവുകയാണ്. ഓ, വെള്ളത്തിൻ്റെയൊക്കെ ക്ലാരിറ്റി നോക്ക്, ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വെള്ളം. അടിപൊളി. ചെരുപ്പ് എല്ലാവരുടെയും ഇവിടെ എടുത്ത് വിട്ടിട്ടുണ്ട്. അയ്യോ, ഇതേതാ എൻ്റെ ചെരുപ്പ്? നല്ല ചെരുപ്പ് നോക്കി. അല്ല, എൻ്റെ ചെരുപ്പ് നല്ല ചെരുപ്പാ. ഈ ബീച്ചിൽ നിന്ന് ചെരുപ്പയിൽ മണ്ണാവാതെ കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. ഈ തിര അടിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പാടാണ്. ചെരുപ്പയിലെ മണ്ണ് കളഞ്ഞിട്ട് മേളിലോട്ട് കയറുക എന്ന് പറയുന്നത് ഐ മാനേജ്ഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് വീണ്ടും മണ്ണാവും. അതിന് സൂക്ഷിച്ചും കണ്ട് നടന്നാൽ മതി. ഇത് അടിപൊളി സ്ഥലം കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫിഫി ഐലൻഡ് എന്ന് പറയുന്നത് ഇവിടെ വണ്ടിയും കിണ്ടിയൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. റോഡും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് ഏതോ ഒരു മുസ്ലിം റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് ലിക്കറൊന്നുമില്ല, ലിക്കർ കഴിക്കരുത് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള യാത്രകളിൽ ഇവർ ലിക്കർ അലോ ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർ അലമ്പായി കഴിഞ്ഞാലേ വെള്ളത്തിലൊക്കെ ചാടേണ്ടതല്ലേ. അപ്പോൾ അങ്ങനത്തെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിയർ പോലും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ലിക്കർ ആൽക്കഹോൾ പ്രോഹിബിറ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. പിന്നെ പോർക്ക് പ്രോഡക്ട്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അന്ന് പങ്ങ ഐലൻഡിൽ പോയി താമസിച്ചപ്പം ഇതേപോലെ ടൂർ വരുന്ന ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന ഓർമ്മയുണ്ടായിരുന്നോ? അതുപോലത്തെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്ത് ധാരാളം മുസ്ലിംസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ എല്ലാം ഇത്തരത്തിലുള്ള ഹലാൽ പ്രോഡക്റ്റുകളെന്നും പറഞ്ഞു, ഹലാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ആ ഹിസ്റ്ററി ഞാൻ പണ്ട് ഞാൻ ആ ഐലൻഡിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇവരൊക്കെ ഈ ഇന്തോനേഷ്യയിൽ നിന്നും പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് തായ്ലൻഡിലേക്ക് വന്ന ശരിക്കും മത്സ്യബന്ധനത്തിനായിട്ട് വന്ന ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുടിയേറി പാർത്ത ഒരു കൂട്ടം ആൾക്കാരാണ്. ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ, മലേഷ്യയിൽ നിന്നല്ല, കൂടുതൽ ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ ഭാഗത്ത് ഉള്ളത്. അയ്യോ, ഇത് നമ്മൾ ഇന്നലെ പോയ പോലത്തെ സ്ഥലം കേട്ടോ. ഇവിടെ വണ്ടിയോ സംഭവങ്ങളോ, അതെ, ഓരോ ഗ്രൂപ്പിനും ഓരോ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടെ എന്താ പൂച്ചയുടെ ഫോട്ടോ എടുക്കുന്നു എല്ലാവരും കൂടെ. പൂച്ച അവിടെ കടന്നു കൊടുക്കുകയാണ് എല്ലാവരും. എൻ്റെ ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട്. നല്ല ക്യൂട്ട് പൂച്ച. നിങ്ങൾ പൂച്ചേനെ തന്നെ അല്ലേ നോക്കിയത്? അല്ല, ഞാൻ ഇവർ പ്രേക്ഷകരോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ പൂച്ചേനെ തന്നെ അല്ലേ നോക്കിയത്? ഞാൻ പൂച്ചേനെ കേട്ടോ നോക്കിയത്. അൺബോധോടുന്നു. ഇതാണോ? ഇത് നമുക്ക് കഴിക്കാം, തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഇവിടെ കോക്കനട്ടിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നോക്കി, സുവനീർ ഷോപ്പുകളും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും. ഈ ഫിഫി ഐലൻഡിൽ ഈ ഭാഗത്ത് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഹോം സ്റ്റേകൾ മുതൽ വലിയ റിസോർട്ടുകൾ വരെ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വെക്കേഷനാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ നിന്ന് സ്പീഡ് ബോട്ട് ടു അവോനാങ്, ഇത്തരത്തിലുള്ള ബോട്ടുകൾ അവോനാങ്ങിൽ നിന്നും അതേപോലെ തന്നെ റെയിലിൽ നിന്നും ക്രാബിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഫെറി ബോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടുകൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചിട്ടൊക്കെ വേണമെങ്കിൽ പോകാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നത്. ശരി, ബൊഫേ ഫുഡായിരിക്കും. ഇവിടെ തന്നെ പല റേഞ്ചിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. ഇത് എന്താണ്, ചോറ്, പിന്നെ ഇവരുടെ എന്തൊക്കെയോ കറികൾ, ചിക്കൻ, പോർക്ക് ഉണ്ടാവില്ല എന്നവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഫിഷ്, നൂഡില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ചായയും കാപ്പിയും വരെ ഉണ്ട്.
ഇവിടെ ഇരിക്കാം. ഓക്കെ, ഫുഡ് എടുത്തു. ചോറ്, പിന്നെ ടോമിയം സൂപ്പാന്ന് തോന്നുന്നത്. ടോമിയം സൂപ്പ്. ഇതിനകത്ത് ഇഷ്ടംപോലെ നമ്മൾ ഈ ഉള്ളി സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ മൊത്തം സവാള ഇട്ടിട്ടുള്ള സംഭവമാണ്. കുറേ സവാള ഇടുമെന്ന് തോന്നുന്നു. ഇച്ചിരി ഒഴിച്ചു കൂട്ടാൻ ഇച്ചിരി ചാറ് കിട്ടുമോ? ഇച്ചിരി മീൻ ചാറ്, ഒരിച്ചിരി മീൻ ചാറ് കിട്ടുമോ? ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ചാറ് വേണ്ടേ? നമുക്ക് ടോമിയം സൂപ്പ് ഇതിനകത്ത് ഇടാം, എന്നിട്ട് ഒഴിച്ചു കൂട്ടാം ചോറ്. അല്ലാണ്ട് ഇപ്പം എന്നായി ട്രൈ ആണ്. ഫിഷൊക്കെ ഉണങ്ങിയേ ഡ്രൈ ആയിരിക്കുന്നു. ഇങ്ങനെ കടിച്ച് പറിച്ചിട്ടാണ്, അത്ര ഹാർഡായിപ്പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് പോകണം. ഇവിടെ നമുക്ക് ചുമ്മാ ഒരു 10-15 മിനിറ്റ് ഒന്ന് കറങ്ങി നടക്കാൻ സമയമുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഈ ഫിഫി ഐലൻഡിലുണ്ടല്ലോ, ഈ ഫിഫി ഐലൻഡിൽ നിങ്ങൾക്ക് വന്ന് താമസിക്കാം. ഇവിടെ ഒരു 1000 ബാത്ത് 2000 ബാത്തിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ റൂമുകളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് വലിയ ചെറുതും വലുതുമായിട്ടുള്ള പല 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 സെറ്റപ്പുകളുണ്ട്. സോ യു ക്യാൻ കം ആൻഡ് സ്റ്റേ ഹിയർ. ഇനി 2 ടോപ്പിംഗ് ഇടാം അതിനകത്ത്. നമ്മൾ തേങ്ങക്കകത്ത് ഐസ്ക്രീം, കരിക്കിനകത്ത് ഐസ്ക്രീം, കരിക്ക് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഐസ്ക്രീം ഇട്ടിട്ട്, നട്ട്സ്, പീനട്ട്സ്, പിന്നെന്താ വേണ്ട, ഓറിയോ ഉണ്ട്, പിന്നെ വേറെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയാണ്? ഇത് വേണോ? പരിപ്പ് വേണോ? ഉഴുന്നാന്ന് തോന്നുന്നു. ഉഴുന്നോ പരിപ്പോ കണ്ട? മൂങ് ദാൽ. ഇട്ടോ. യു ക്യാൻ പുട്ട്. ലെറ്റൽ. ഇതാണ് കോക്കനട്ട് ഐസ്ക്രീം. ഇത് 100 ബാത്താണ്. ഇതാണ് ഫിഫി ഐലൻഡ് ഐസ്ക്രീം. ഫിഫി ഐലൻഡിൽ അല്ലേ, അങ്ങനെയല്ലേ? ഫിഫി ഐലൻഡിലെ ഐസ്ക്രീം. ഇതേ ഭയങ്കര തണുപ്പാ. കോക്കനട്ട് ഐസ്ക്രീമാണ്. കോക്കനട്ട് ഐസ്ക്രീം നൈസ്. 100 ബാത്ത് എന്ന് പറയുമ്പോൾ 250 രൂപയായി. എന്തോരം ടൂറിസ്റ്റുകളാണ് ബ്രോ വരുന്നത്. എന്തോരം ആൾക്കാരാണെന്നറിയോ? എത്ര ബോട്ടുകളാണെന്നറിയോ വരുന്നത്? 100 കണക്കിന് ബോട്ടുകളാണ് വരുന്നത്. ഇതിലൊക്കെ എന്തോരം ആൾക്കാരാണ് വരുന്നത് നോക്കി. ഈ ഒരു ചെറിയ ഐലൻഡിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന നമ്മൾ ഈ ഒരു ടൂറിന് കൊടുത്തിരിക്കുന്നത് 1600 ബാത്താ എന്ന് പറയുമ്പോൾ ഏകദേശം 4500 രൂപയായി. എത്ര രൂപയാണ് ഇവർക്ക്? എത്ര ലക്ഷക്കണക്കിനൊന്നും പറയാൻ പറ്റില്ല. അതിലും വലിയ പൈസയുടെ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഈ ഒരു സ്ഥലം മാത്രം. ഇതുപോലത്തെ എന്തോരം സ്ഥലങ്ങളുണ്ട്. പുക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് അതിലും വലിയ സ്ഥലമാണ്. ഇതൊക്കെ എന്ത് സ്ഥലം, എന്ത് കണ്ട് അതാ പറയുക, അസൂയ തോന്നുന്നു. അതുപോലെ എത്ര ആളുകളല്ലേ വരുന്നത്. ക്രൗഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നെ നോക്കി എന്തോരം ആൾക്കാരാവുന്ന ഇറങ്ങുന്നതെന്ന് അറിയോ? ഈ കാണുന്ന ബോട്ടുകളിലൊക്കെ അതിന് എത്ര ബോട്ടുകളാണ് അവിടെ അടുക്കിയിട്ടിരിക്കുന്നതെന്ന് നോക്കി. എനിക്കറിയത്തില്ല ഇതിന് മാത്രം ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നതെന്ന്. എന്തോരം തിരക്കാന്ന് നോക്കി, എന്തോരം ആൾക്കാരാന്ന് നോക്കി. ശരിക്കും ഈ ഓവർ ടൂറിസം കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മായാബേ ക്ലോസ് ചെയ്തതെന്ന് വേണേൽ പറയാം. ഇത്രയും ആൾക്കാരല്ലേ വരുന്നത്. എന്തോരം ബോട്ടുകൾ, എന്തോരം ആൾക്കാരാണ് വരുന്നത്. ഈ കാണുന്ന ബോട്ടുകളിൽ വന്നിറങ്ങിയ ആൾക്കാരാണ്. ആൾക്കാരെ തട്ടിമുട്ടി നടക്കാൻ വയ്യ ഗൈസ്. എൻ്റെ പൊന്നു, നമ്മുടെ ബോട്ട് അവിടെ വന്നു. നമുക്ക് ബോട്ടിൽ കയറാൻ പോവാം. ഈ ഐലൻഡിൽ താമസിക്കാൻ വരുന്ന ആൾക്കാർ ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഈ സ്ഥലത്തൊന്നും താമസിക്കുകയല്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിനപ്പുറത്തോട്ടൊക്കെ മാറി വേറെ കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ ആയിരിക്കും പോയി താമസിക്കുക. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ എവിടെ പോകുന്നതെന്നാണ് പറഞ്ഞത്? ഏതോ ഒരു സ്ഥലത്ത് പോകണം, അവിടെ പോയി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞു. ബാംബു ഐലൻഡ്. ബാംബു ഐലൻഡിൽ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടുമൊന്നുമില്ല. നോക്കാം എന്തായാലും. അവിടെ പോയി കിടന്ന് ഉറങ്ങാനല്ല പറഞ്ഞത്, അവിടെ പോകാൻ 15 മിനിറ്റ് എടുക്കും. ഉള്ള സമയം ഉറങ്ങിക്കോളാനാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? ഉറങ്ങാലോ. അങ്ങനെ നമ്മൾ എന്തോ ബീച്ചാ? ബാംബു അല്ലേ? ബാംബു ഉണ്ടോന്ന് അറിയില്ല. ബാംബു ബീച്ചിൽ ഇറങ്ങാൻ പോവാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊരു പ്രത്യേകം പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ് വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടു. പൊള്ളണ വെയിലാണ് ഗൈസ്. പക്ഷെ എന്ത് കിടിലം ബീച്ചാന്ന് നോക്കിയ. അടിപൊളി. എല്ലാം ഇങ്ങനത്തെ സ്പീഡ് ബോട്ടുകളാണ് കേട്ടോ. കാരണം ഈ ഫിഫി ഐലൻഡ് പോകണമെങ്കിൽ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഇല്ല ഇങ്ങനത്തെ സ്പീഡ് ബോട്ടുകളാണ്. ഇത് മുമ്പോട്ട് നോക്കിയിരിക്കുന്ന സീറ്റായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് ഇവിടെ സ്വിം ചെയ്യുന്ന ഏരിയ വേറെ ഉണ്ട്. ഇത് ബോട്ട് അടുപ്പിക്കുന്ന ഏരിയ ആണ്. ഇവിടെ സ്വിം ചേർന്ന് എഴുതിയിട്ടുണ്ട്. ബീച്ചൊക്കെ എന്ത് വൃത്തിയാണ്. ഐലൻഡ് ഇതൊരു കുഞ്ഞ് ഐലൻഡാണ്. ഇവിടുത്തെ ഒരു ബാംബു ഐലൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ ആളുകൾ താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ സാൻഡൊക്കെ നോക്കി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സാൻഡ്, നല്ല തരിതരി പോലത്തെ മണൽ, വെള്ള കളറിലെ മണലെന്നൊക്കെ വേണം പറയാം. അതുപോലെ സംഭവം. തണൽ മരോ? എന്തിനാ? ഇതേ നല്ല ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഫുഡെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സ്ഥലമാണ്. നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാലോ? ടവലും വിരിച്ചിട്ടിട്ടേ ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ? വേണ്ടല്ലേ, നമ്മൾ ഉറങ്ങാൻ വേണ്ടി വന്നാലല്ലോ. ആക്ച്വലി നല്ല രാത്രി ഉറങ്ങിയിട്ടില്ല ഗൈസ്. അത് 4-5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് എവിടെയാണ് പോവാ? എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. എനിക്കറിയത്തില്ല. പായ ഇവിടെ റെൻറ്റിന് കിട്ടുമായിരിക്കും. ആൾക്കാർ പായക്ക് ഇട്ടും പായ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ ചുമ്മാ
കുറച്ച് പേര് മലർന്ന് കിടപ്പുണ്ട്. ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിംഗ്ര ഉണ്ടാവും എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ചില സമയത്ത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4:30 വരെ ഇവിടെ നിൽക്കാം. ഇത് ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നാഷണൽ പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട്, അതായത് നാഷണൽ പാർക്കില്ലേ, അതായത് ഇവിടുത്തെ കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഈ സംഭവങ്ങളും പരിപാടികളൊക്കെ. ഡു നോട്ട് സ്വിം ഇൻ ദ ബോട്ട് ഡോക്കിംഗ് ഏരിയ, പിന്നെ ഇവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രോൺ പറത്തണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. ഇതുണ്ടല്ലേ, ആപ്ലിക്കേഷൻ ഫോം ഫോർ പെർമിഷൻ ടു ഫ്ലൈ ഡ്രോൺ. ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് 5 ദിവസം മുന്നേ എങ്കിലും ഇത് ഈ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട്, ഫോമൊക്കെ ഉണ്ട്, ആ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്ത് പെർമിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഡ്രോണൊക്കെ പറത്താൻ വരികയാണെങ്കിൽ, ഇവിടുത്തെ നാഷണൽ പാർക്ക് ആയതുകൊണ്ടാണിത്, അതാണ് അങ്ങനെ ആ ഒരു സംഭവം ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ഞങ്ങളിവിടെ ഇൻസ്റ്റാഗ്രാം റീലും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഗൈസ് ചൂടാണ് ഗൈസ്. ഈ ചൂടത്ത് എങ്ങനെ ബീച്ചിൽ ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ബോട്ട് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് മാറി വേറെ ഏതൊരു സ്ഥലത്ത് പോയിട്ട് അവിടെയാണ് ബീച്ചെന്ന് അവർ പറഞ്ഞു. ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് എയ്ഡ് കൗണ്ടർ വരെ ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് എയ്ഡ് കൗണ്ടറുകളുണ്ട്. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ പല ആൾക്കാർ. ഇവിടെ ആ ഭാഗത്ത് കുറച്ച് ബാമ്പു അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാമ്പു ഐലൻഡ് എന്ന് പറയുന്ന പേരുള്ളത്. ഇവിടെയും ഫുഡും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് നമുക്കുള്ള ഫുഡല്ലെന്ന് തോന്നുന്നു. ഇത് വേറെ ആർക്കോ ഒന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്ന എന്തോ ഫുഡ്, അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെയാണ്. പിന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ബീച്ചിൽ നമുക്ക് പോയി ഇറങ്ങാം. അതാണ് പരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഐലൻഡ് ഹോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് ലിക്കറില്ല. അത് ഭയങ്കര നല്ലൊരു സംഭവം അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ കള്ളു കുടിച്ചിട്ടേ ഈ വെള്ളത്തിലൊക്കെ മറിഞ്ഞ് അപകടം ഉണ്ടാവുമല്ലോ. ഇത്രയും സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ട് ആ സാധനം മാത്രം അവരിവിടെ വെച്ചിട്ടില്ല. ഭയങ്കര നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. കാരണം അറിയാമല്ലോ, വെള്ളത്തിലെ കടലിലേക്കല്ലേ ഇറങ്ങുന്ന ആൾക്കാർ. അപ്പം എന്തൊക്കെ സംഭവിക്കും? പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കണ്ടോ, ഇതാണ് പൊളി. എന്തോരോ ആൾക്കാരാണ് അവിടെ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കടലിൽ കിടക്കുന്നതെന്ന് നോക്കിയേ. അതായത് ഇവിടെ എല്ലാം ലൈഫ് ഗാർഡുണ്ട്. അവർ ജാക്കറ്റ് ഇടാതെ കടലിൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഏത് സമയത്ത് ഇങ്ങനെ തിര ഭയങ്കരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നത്. അതുകൊണ്ടാണ് ജാക്കറ്റ് ഇറങ്ങണം എന്ന് പറയുന്നത്. ആ ബീച്ചൊക്കെ ആണെങ്കിൽ എന്ത് ഭംഗിയാണ്. ശരിക്കും മോൾഡീവ്സൊക്കെ പോയ പോലെയുണ്ട്, അതേപോലെയുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു വലിയൊരു മരത്തിൻ്റെ വേര് അവിടെ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കസേരകൾ ഇട്ടിരിക്കുന്നു, കോഫി ഷോപ്പ്, പിന്നെ ഒരു കയാക്ക് ഉണ്ട്, അതാരും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ലൈഫ് ഗാർഡ്സ് ഉണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമാണ്. സ്വിമ്മിംഗ് പൂള് പോലത്തെ കടലിലേക്ക് ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് പൊളിച്ചേട്ടാ, അടിപൊളി. ഇത് പരിപാടി കൊള്ളാം കേട്ടോ. ഡൈവ് ചെയ്യാനാണ് ഇവിടെ. മറ്റേ സ്റ്റിംഗ്ര ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നോക്കണം സ്റ്റിംഗ്ര ഉണ്ടോ എന്ന്. നട്ടുച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സ്വിമ്മിംഗ് പൂള് പോലത്തെ കടലുള്ള ഒരു വലിയൊരു ഏരിയ. എന്തോരം ആൾക്കാരാണെന്നറിയാം. ഇങ്ങനെ ചില ആൾക്കാർ മറ്റേ മാസ്ക് ഒക്കെ വെച്ച് സ്നോർക്കിൾ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഇവിടെ എന്താ സ്നോർക്കിൾ ചെയ്യാൻ എനിക്കറിയില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഇത് സേഫാണ്, എന്ത് അടിപൊളിയാണ്. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും ഭയങ്കര ഫണ്ണായിരിക്കും. ഇത് നൈസ്. ഇത് ആഴം കൂടി വരാണല്ലോ. എൻ്റെ ക്യാമറ ഇന്ന് ഫുള്ള് കടലിലായിരുന്നു മൊത്തത്തിൽ. നില ശരിയല്ല. ഇത് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിന് ആഴം കൂടി വരിക. നമ്മുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലേ അല്ലേ? അയ്യോ, ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നോളും. ഇത് കൊള്ളാൻ പറഞ്ഞു. ഇതേ ഫ്ലോട്ട് ചെയ്യുന്നത് ഇതുണ്ടാ ഗൈസ്. ഞാൻ ഫ്ലോട്ട് ചെയ്യുന്നതാണ്ടോ നോക്കിക്കേ. ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇവിടെ ഞാൻ എന്ത് ശവാസനോ എന്താസനോ ഇത്? ശവാസനം അല്ലല്ല, ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ആസനം ഉണ്ടല്ലോ. വെള്ളാസനം. വെള്ളത്തിൽ ഞാനിവിടെ കിടന്ന് ഉറങ്ങുകയാണ്. സൈസ് നോക്കൂ, കൊണ്ടു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതാണ്. ഉറങ്ങുന്നല്ലേ സുജിത് ഭക്തൻ. സംഭവം കൊള്ളാം. ഒരു കിടില സെറ്റപ്പ്. എന്താണ് ഇവിടെ സ്ഥലം നോക്കി. നമ്മുടെ ബാഗ് ആരും എടുത്തോണ്ട് പോകാതൊന്ന് നോക്കിയാൽ മതി. കൈയും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും പോകുന്നില്ലല്ലോ. ഒരു കൈ കൊണ്ട് നീന്താൻ പറ്റുമോ? സ്പീഡ് സൂപ്പർ അല്ലേ? ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ്. ദിസ് ഈസ് സോ നൈസ് ഗൈസ്. അടിപൊളിയല്ലേ? ടോണിച്ചായൻ വിത്ത് ടെക് ട്രാവലിറ്റ് ഇൻ ക്രാബി അല്ലേ? ക്രാബി ഫിഫി ഐലൻഡ് ഗൈസ്. ഫിഫി ഐലൻഡ്. അയ്യാ, നമ്മുടെ ബാഗ് ആരും എടുത്തോണ്ട് പോകാതൊന്ന് നോക്കിയാൽ മതി. കൈയും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും പോകുന്നില്ലല്ലോ. ഒരു കൈ കൊണ്ട് നീന്താൻ പറ്റുമോ? സ്പീഡ്. We were traveling in the same boat and these girls are from Cyprus, right? Yes. Yeah. And she was asking me, is it safe to travel in India as a woman? Like, why did you ask me like that?
Because she's planning to travel as solo traveler. We Okay. don't know. Like, it's a huge country, and we don't know if it's safe or not. You know, in Cyprus, it's a very safe. In Cyprus, it's country, very yeah, safe also, and we're okay. so small. Okay. And we're not afraid to walk in the night or. Okay. I don't know. Sometimes we do. Sometimes, yeah. That's why we ask. Okay, yeah, don't worry. Like India is very big, as you said. It's very big. It's safe, but everywhere in the world, if you need to go, be yeah, cautious. you need to be conscious, Yeah, right? yeah. So in every country, if you got a place, you can find good things and bad things. So it's all about how we manage it. Yeah, Yeah, that's it. true. Yeah, that's it. Anyway, nice meeting you. So yeah. കുളിച്ച് കഴിച്ച ഫുഡെല്ലാം ദഹിപ്പിച്ച് ശരിക്കും അടിപൊളിയായിരുന്നു അല്ലേ? ഭയങ്കര എൻജോയ് ചെയ്തില്ലേ? സൂപ്പറായിരുന്നു. അയ്യോ, ആ പെണ്ണുങ്ങളോടെ കത്തി വെച്ച് അരമണിക്കൂർ അവരെ നിന്ന് വാദിച്ച് ഇല്ലേ? അവരെന്തോ പറഞ്ഞ് തുടങ്ങിയതാ, പിന്നെ അരമണിക്കൂർ ആ പെണ്ണുങ്ങൾ അവിടെ നിർത്തി വാദിച്ച് അവരുടെ ജോലി എന്തൊക്കെയോ പറഞ്ഞു. ഇനി സൈപ്രസിൽ കൂടെ പോയാൽ മതി, ബാക്കിയെല്ലാം പറഞ്ഞു. ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിടക്കുന്ന കണ്ടോ ആൾക്കാരെല്ലാം കൂടെ, എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ മുട്ട് പോലെ അവിടെ ആൾക്കാരിങ്ങനെ ഇളക്കുക. അങ്ങനെ കുളിയും നനയും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബോട്ടിൽ പോകണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 50 minutes ടു നമ്മുടെ ക്രാബി മെയിൻ സ്ഥലത്തേക്ക് വന്ന സ്ഥലത്തേക്ക്. കയ്യൊക്കെ അവിടെ ഇവിടെയൊക്കെ നീർന്ന് എന്നെ മുറിഞ്ഞു ആവും, എന്തൊന്നൊരു ഐഡിയ ഇല്ല. നീർന്ന് പുറം അവിടെ ഇവിടെയൊക്കെ. ഇത് ഉപ്പുവെള്ളത്തിൻ്റെ ആണോ അതോ സൺബേൺ അടിച്ച് പൊള്ളിയതാണോ? അതറിയത്തില്ല എന്നെ സംഭവിച്ചെന്നുള്ളത്. എന്തായാലും ഫുള്ള് ടാനായി കേട്ടോ, സൺസ്ക്രീനൊക്കെ തേച്ചാൽ. പക്ഷെ എന്നാലും കാര്യമൊന്നുമില്ല. ഗൈസ്, നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അമ്മേ, എന്ത് വെള്ളമാണ്, അടിപൊളി വെള്ളമാണ്. അടിപൊളി. നമ്മുടെ അയ്യോടാ പാവം, അവളുടെ ദേഹത്ത് മൊത്തം മണ്ണ. അവൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഒഴിച്ചു തരുമോ ഇതേപോലെ? ഇല്ലല്ലോ, തരുമായിരിക്കും. ഓ, എൻ്റെ ദേഹത്തും വെള്ളം ഒഴിച്ചു തന്നു കേട്ടോ. ബ്രദർ, ഐ നീഡ് സം വാട്ടർ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ പരിപാടികളും കലാപരിപാടികളും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. ഓ, അടിപൊളിയായിരുന്നു. നമ്മൾ ലാസ്റ്റത്തെ ഈ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലേ? ബാംബു ഐലൻഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, കിടില സ്ഥലമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 50 minutes വി ആർ ഗോയിങ് ബാക്ക് ടു ക്രാബി ഗൈസ്. 35 minutes. ഗൈസ്, നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് കൊണ്ട് തരുന്നുണ്ട്. പുള്ളിക്കാരി അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരിന് വളരെ ക്യൂട്ടാണ്. അവരുടെ സംസാരമാണെങ്കിലും ഡീലിങ്സ് ആണെങ്കിലും എന്താ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു തന്നറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും. മറ്റേ ഇന്നലെ നമ്മുടെ ബോട്ടിൽ പോയൊരു പുള്ളി, ഇതെല്ലാം ബോട്ടിലെ മൊരടൻ ചേട്ടൻ. ഓ, താങ്ക് യു. You're welcome. Sorry, Ramadan. താങ്ക് യു. Finally we are back. Now we are finishing project on behalf of Sunsan Tour. Our captain stop on board and me. We would like to say thank you very much. Kapunka! Yay! I'm appreciating you. We lost before you get off the അങ്ങനെ നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ചെറിയ സാധാരണ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭയങ്കര കെയറിങ് ആയിരുന്നു പുള്ളിക്കാരി. ഓ, താങ്ക് യു സോ മച്ച്. യു ആർ സോ ഗുഡ്. താങ്ക് യു. നമ്മുടെ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഇനിയിപ്പം വന്നു. നമ്മൾ വന്ന പോലെ തന്നെ ആ വണ്ടിയിൽ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കും. തിരിച്ച് അല്ല, അവർ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലെ അല്ല. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഐലൻഡുകളില്ലേ, ഇങ്ങനത്തെ ദ്വീപുകൾ, ഇവിടെയൊക്കെ ധാരാളം കോറൽസ് ഉണ്ട്. ആ കോറൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഭംഗി ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ ടൂറിസം ഓവറായി കഴിയുമ്പോഴത്തേക്കിനും, ഓവർ ടൂറിസം കാരണം ഈ കോറൽസൊക്കെ നശിക്കും. അല്ലെങ്കിൽ ഈ കോറൽസിന് നശിക്കുമെന്ന് പറഞ്ഞാൽ ഇത് റീജനറേറ്റ് ആവണം, പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവർ കുറച്ച് നാൾ ആ സ്ഥലം അടച്ചിടും. അങ്ങനെ അതുകൊണ്ടാണ് മായാബേ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അതാണ് ശരിക്കും ഈ ഒരു ഫിഫി ഐലൻഡ് ടൂറിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. 2 മാസം ക്ലോസ് ചെയ്തിട്ട്. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഈ വരയാടുകളുടെ പ്രചരണ സമയത്ത് മറ്റേ മൂന്നാർ എരുവികൾ നാഷണൽ പാർക്ക് അടക്കത്തില്ലേ, അപ്പോൾ അതേപോലെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്തു. ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് ഫുക്കറ്റ് പോയി. ഇപ്പം ഞാൻ ഇത്തവണ ഫുക്കറ്റ് പോകുന്നില്ല, ഞാൻ ഫുക്കറ്റ് പോയിട്ടില്ല. ഫുക്കറ്റ് പോയി എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇതേപോലെ തായ്ലൻഡ് വഴി പോകുമ്പോൾ നമുക്ക് പോകാം.
നമ്മളെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി വന്ന വണ്ടിയാണ് ഗൈസ്. പോവാം, കമോൺ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു. ഇന്നത്തെ യാത്ര ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക, ഇതുപോലെയൊക്കെ ഐലൻഡ് ഹോപ്പിംഗ് ടൂറുകൾ എടുക്കുക, എൻജോയ് ചെയ്യുക. ഇറ്റ്സ് വർത്ത്. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കടലിൽ തകർക്കാൻ പറ്റുന്ന അവസരങ്ങളാണ് ഇതൊക്കെ, നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ see you guys tomorrow with another video. ഇന്ന് ഭയങ്കര ടയർഡാണ്. ഇനിയിപ്പോൾ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, എന്നിട്ട് വൈകിട്ട് ഇറങ്ങണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കണം, നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യണം. യെസ്, see you guys, bye.